ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്, അൽഹംദുലില്ലാ. അങ്ങനെ പോകുന്നു. ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു പതിവ് കാഴ്ച തന്നെയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ വാതിലൊക്കെ ഒന്ന് തുറന്നു, ഫ്രണ്ടിൽ പോയി കുറച്ച് നേരം അങ്ങോട്ട് നിന്നു. എന്നിട്ട് ഒരു കാഴ്ചയൊക്കെ കണ്ട് പിന്നെ അങ്ങോട്ട് വന്നു കേട്ടോ. ഇനി എനിക്ക് എപ്പോഴുള്ളതാണ് മോർണിംഗിൽ കുറച്ച് വെള്ളം കുടിക്കണം. ചുടുവെള്ളം എന്നൊന്നും എനിക്ക് നിർബന്ധമില്ല, ഞാൻ പച്ചവെള്ളം കുടിക്കും. എനിക്ക് പച്ചവെള്ളമാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കപ്പ് വെള്ളം കുടിച്ചു. അതിന് ശേഷം ഞാൻ കിച്ചണിൽ പോയിട്ട് ജനലൊക്കെ തുറന്നിട്ട് ചോറിനുള്ള വെള്ളം വെക്കാനും പിന്നെ മറ്റു പണിക്കൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് കഴിഞ്ഞ് കുടിക്കാനുള്ള കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളവും ചൂടാക്കി ഞാൻ കെറ്റിലിൽ വെച്ച് അത് ആവുമല്ലോ. അപ്പോഴേക്കും അടുത്ത പണി ഓരോന്ന് ചെയ്യുമ്പോഴേക്കും അതാവും. അപ്പോൾ ഇനി ഞാൻ അതൊക്കെ കഴിഞ്ഞൊന്ന് മുറ്റമടിക്കാൻ പോവാണ്. അപ്പോൾ വെള്ളമൊക്കെ വരുമ്പോഴേക്കും ചൂടായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ആ സമയം വേസ്റ്റ് ചെയ്യേണ്ടാവട്ടെ, ഞാൻ മുറ്റമടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് മുറ്റമൊക്കെ അടിച്ചിട്ടൊന്ന് വരാം. എന്നും ഈ ടൈമിലൊന്നും അല്ല കേട്ടോ മുറ്റമടിക്കൽ. ആദമും അയാനും ഒക്കെ പോയി കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മുറ്റമടിക്കാൻ ഇറങ്ങുക. അപ്പോൾ ഇന്നിപ്പോൾ സമയമുണ്ട് പറഞ്ഞിട്ട് ഞാനങ്ങനെ നേരത്തെ വന്ന് മുറ്റമടിക്കാൻ നിൽക്കുകയാണ്. മുറ്റമടിക്കലൊക്കെ കഴിഞ്ഞ് കയറിയതും ചോറിനുള്ള വെള്ളം ചൂടായിട്ടോ. അപ്പോൾ അത് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇനി ഉപ്പേരിക്കുള്ളത് നോക്കണം. പയറുപ്പേരിയാണ്. അതിൽ കടല കുറച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരു ഉപ്പേരിയാണ്. അപ്പോൾ പയറുപ്പേരിയൊന്നും കഴിക്കില്ല ഇവർക്ക്. ആകെ ഒരു ഇഷ്ടമുള്ള ഉപ്പേരി എന്ന് പറയുന്നത് സോയാബീനിൽ എന്തെങ്കിലും മസാലയാക്കിയിട്ട് പൊരിച്ചതാണെങ്കിൽ കഴിക്കും. മുട്ട, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട് അയാനും ഇഷ്ടമാണ്. വഴുതിരിഞ്ഞ് പൊരിച്ചത് അങ്ങനത്തെ പറ്റുള്ളൂ. ഈ ഐറ്റംസിൽ നിന്ന് ഇതുപോലെ പയറുപ്പേരി, വേറെ മത്തനോ അങ്ങനെയൊക്കെ ഉപ്പേരിയൊക്കെ ആക്കിയാൽ പോയി കഴിക്കാണ്ട് കൊണ്ടുവരും. പക്ഷെ അങ്ങനെ പഠിച്ചാൽ പോരല്ലോ പറഞ്ഞിട്ട് ഞാൻ ഉപ്പേരിയൊക്കെ ആക്കി കൊടുക്കും. ശരി, കുറച്ചെങ്കിലും കഴിക്കുമല്ലോ പറഞ്ഞിട്ടുള്ള ഒരിതിൽ ഉപ്പേരിയാക്കി കൊടുക്കും കേട്ടോ. ഉപ്പേരി താളിക്കുക കേട്ടോ. കടുക്, കറിവേപ്പില, വലിയുള്ളി, പച്ചമുളക് എൻ്റെ ഇല്ല, അപ്പം ഞാൻ ഉണക്കമുളക് ഇട്ടു. എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് പയറും ഉരുളക്കിഴങ്ങും കടല ഞാൻ ഇന്നലെ കറിക്ക് വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തു എന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് അത് വേവാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കുറേ പേര് വിചാരിച്ച് വെച്ചിരിക്കണ സന്തോഷം എന്ന് പറയുന്നത്, അതായത് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരാണ് എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അത് തെറ്റാണ്. എന്താ പറഞ്ഞാൽ ഞാനും ഒരുപാട് അങ്ങനെയൊക്കെ വിചാരിച്ച ഒരാൾ തന്നെയാണ്. പക്ഷെ അല്ല, സന്തോഷം എന്നത് നമ്മുടെയാണ്. നമ്മൾ തന്നെ വിചാരിക്കണം സന്തോഷിക്കണം എന്ന്. വേറെ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. നമ്മൾ സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുക, അതിന് പ്രവർത്തിക്കുക. എന്താ നമുക്കിഷ്ടം അത് ചെയ്യുക. നമുക്കിപ്പോൾ കുറച്ച് നേരം നല്ല കുക്കിങ്ങാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം പാട്ട് കേൾക്കണം ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. എനിക്ക് അധികം ഇഷ്ടം കുട്ടികളുമായിട്ട് കളിക്കണം കേട്ടോ. അപ്പോൾ അവരുടെ മനസ്സിൽ കളങ്കമില്ല. അപ്പം ഇങ്ങനെ സമയവും പോവും, പിന്നെ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ താത്താൻ്റെ അവിടെയൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളുമായിട്ട് അധികം കളിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ. നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ സ്വയം കണ്ടെത്തുക കേട്ടോ. സ്വയം കണ്ടെത്തിയിട്ട് മുന്നേറുക. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നോക്കാം. സ്പെഷ്യലായിട്ടൊന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ പുട്ടും കടലക്കറിയും വെക്കാൻ വിചാരിച്ചു. പക്ഷേ ഉണ്ടാക്കിയാലും അതും വേസ്റ്റ് ആവും.
കുറച്ച് ഇവർ കുറച്ച് 2 വായി കഴിച്ചിട്ട് പിന്നെ അതൊക്കെ അങ്ങോട്ട് വേണ്ട വെച്ചിട്ട് പോവും. അപ്പോൾ പിന്നെ എന്തിനാ ഒരു റിസ്ക് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഉമ്മ പറഞ്ഞു ബ്രെഡ് ഉണ്ട്, അത് സോഫ്റ്റ് ബ്രെഡാണ്, ഇനി വെച്ചിരുന്നാൽ അത് ശരിയാവില്ല, വേഗം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം പറഞ്ഞു. അപ്പോൾ പിന്നെ ബ്രെഡ് എടുത്തിട്ട് ഞാൻ അത് ഉണ്ടാക്കാൻ വെച്ചിട്ട് വലിയുള്ളി, ക്യാരറ്റ്, തക്കാളി, പച്ചമുളകില്ല ഉണക്കമുളക് കേട്ടോ, ഉപ്പ്, മുട്ട ഒക്കെ മിക്സ് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ സ്ലൈസ് ചെയ്യാനുള്ള അതില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ചോപ്പറിൽ കുനുകുനാന്നാക്കിയിട്ട് അങ്ങനെ ആക്കി ഇടുക ചെയ്തിട്ട് അത് നല്ല മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊക്കെ ഒരു ലൈഫേ ഉള്ളൂ ജീവിതത്തിൽ, സന്തോഷിക്കാനായിട്ടൊരു ലൈഫേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഹാപ്പി ആയിരിക്കാനാണ്. ഹാപ്പി ആയി പറഞ്ഞിട്ട് നേരായ വഴിക്കുള്ള ഹാപ്പിനെസ്, നല്ല വഴിക്ക് നല്ല രീതിയിൽ, ചീത്ത വഴിയല്ലാണ്ട് നല്ല രീതിയിലുള്ള ഒരു ഹാപ്പിനെസ് വഴിയാണ്. അപ്പോൾ അതുപോലെ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് അങ്ങനെ ഹാപ്പി ആയി പോവാം. ഇന്ന് സിമ്പിൾ കുക്കിങ്ങാണ്, വലിയ രീതിയിലൊന്നുമില്ല. ഇന്നൊരു സിമ്പിളായ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് മിക്സ് ചെയ്തതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ചായ വെക്കാം കേട്ടോ. അപ്പോൾ ഓരോന്ന് അടുത്തത് ചെയ്ത് വെച്ചാൽ പിന്നെ ചായയൊക്കെ വെച്ചാൽ ഒരു കാറാൻ അങ്ങോട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ സമയമാവും. അതിന് കറക്റ്റ് 8:15 വരുന്നുണ്ട് ഇപ്പോൾ ബസ്. ആദ്യം 8:30 കഴിഞ്ഞിട്ട് 8:40 വരും. അപ്പോൾ അങ്ങനെയല്ല 8:15 വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേഗം ഒന്നും ടാറ്റാന്നൊന്നും പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നില്ല, വേഗം ഓടും അവന് ബാഗ് എടുത്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓരോന്ന് ചെയ്ത് ടേബിളിൽ വെച്ചില്ലെങ്കിൽ പിന്നെ ആ സമയം ഒരേ പൊരിയലായിരിക്കും, പൊരിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് ഓടേണ്ടി വരും. ഇവിടെ ഒരു പാക്കറ്റ് പാൽ വാങ്ങിയാൽ കറക്റ്റ് 2 നേരം കേട്ടോ. അങ്ങനെ ഒരുപാട് കട്ടിയിലൊന്നുമല്ല വെക്കുക, ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് വേണ്ട അളവിന് അങ്ങനെ വെക്കുക. അപ്പോൾ രാവിലേക്കും ഉണ്ടാവും വൈകിട്ടും, അങ്ങനെയാണ് ഇവിടെ കറക്റ്റായൊരു കണക്ക്. അപ്പോൾ പിന്നെ നമുക്ക് ചായയൊക്കെ വെക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പേരിക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ചോറൊക്കെ റെഡിയായി നോക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ് ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ സൈഡ് എടുത്തിട്ട് പിന്നെ നടുവിലുള്ളത് കറക്റ്റായി കട്ട് ചെയ്യുകയാണ്. സൈഡിലുള്ളതും വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഓരോന്നായിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചായ തിളച്ചു. അപ്പോൾ പാല് തിളച്ചു കേട്ടോ. അപ്പോൾ ചായക്ക് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ. പിന്നെ ആദം അത് ചായ ഒന്ന് ടേബിളിൽ കൊണ്ട് വെക്കണം ആറാൻ. അവർക്ക് മാത്രം, ആദമിനും അയാനുവിന് ആശുക്കുട്ടിക്ക് മാത്രം ആറാനുള്ളത് അങ്ങോട്ട് വെക്കും. അതിന് ശേഷം നമ്മുടെ ചോറൊക്കെ വെന്തു. അപ്പം ഞാൻ അതൊന്ന് ഊറ്റാൻ നിൽക്കുകയാണ്. ഇനി ബ്രെഡൊക്കെ ഒന്ന് മുട്ടയൊക്കെ ഇട്ടിട്ട് മിക്സാക്കിയത് ഒഴിച്ച് കൊടുത്തിട്ടൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ നോക്കാം.
ആദ്യം നെയ്യൊക്കെ ഒഴിച്ച് മുട്ട മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് അതിന് മുകളിൽ പിന്നെയും മുട്ട മിക്സൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ വശങ്ങൾ കീറിയില്ലേ അതും അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡും മുട്ട മിക്സ് ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമ്മൾ കുക്കാവാൻ നിൽക്കുക. റെഡിയായ മെല്ലെ പൊട്ടാതെ മറിച്ചിടുക. കുറച്ച് നെയ്യും കൂടി ഒഴിക്കുക മുകളിൽ, എന്നിട്ട് അങ്ങോട്ട് മറിച്ചിടുക. എന്നിട്ട് പിന്നെ അത് കുക്കായ മെല്ലെ പൊട്ടാണ്ട് പ്ലേറ്റിക്ക് എടുത്തിടുക കേട്ടോ. അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെല്ലെ ഞങ്ങൾ പൊട്ടാണ്ട് നോക്കുകയാണ്. എന്നാലും ചെറുതായി വശങ്ങളൊക്കെ പൊട്ടി വരുന്നുണ്ട്. എനിക്ക് ഈ ബിം ബ്രെഡ് ഇങ്ങനത്തെ ജോലിയൊന്നും ഇഷ്ടമല്ല. നമ്മളുടെ പുട്ട് ദോശ ഇഡലി അങ്ങനത്തെ തന്നെ പറ്റുള്ളൂ. ഈ ബ്രെഡിനെയൊന്നും ഇഷ്ടമല്ല, അത്ര താല്പര്യമില്ല. പിന്നെ ഇവർക്ക് ഉണ്ടാക്കിയൊന്നും കൊടുക്കലൊന്നുമില്ല. അങ്ങനെ വൈകിട്ട് റോസ്റ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കല്ലാണ്ട് രാവിലെയൊന്നും ഈ ഭക്ഷണമൊന്നും ഉണ്ടാക്കാറില്ല. പിന്നെ അത് സോഫ്റ്റ് ബ്രെഡ് ആണ്, കേട് വരണ്ടല്ലോ. പിന്നെ അത് ഇരുന്ന് അങ്ങനെ ഇരിക്കും. അപ്പോൾ പിന്നെ അതുകൊണ്ട് റെഡിയാക്കിയെന്ന് മാത്രം. ഇല്ലെങ്കിൽ എനിക്ക് നമ്മളുടെ നാടൻ പലഹാരങ്ങളെ പറ്റുള്ളൂ. പിന്നെ ആദമ കിച്ചണിലൊക്കെ ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. പിന്നെ അവന് സമയമായമ്മ റെഡിയായ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ റെഡിയാവൂടാ, എന്നിട്ട് നീ പിന്നെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൻ നിൽക്കുകയാണ്. പിന്നെ ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പും അങ്ങനെ ഞാൻ ചുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആശുക്കുട്ടിക്കും ഒക്കെ വേണമല്ലോ, അയാനോനും ഒക്കെ വേണം. പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും മെല്ലെ ആക്കിയാൽ മതി, ഉമ്മാക്കും എനിക്കും. ഇവർക്കൊക്കെ പെട്ടെന്ന് ആക്കി കൊടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അതിന് നിൽക്കുകയാണ്. അടുത്ത സെക്കൻഡ് ട്രിപ്പ് ഞാൻ വെച്ച് കൊടുത്തു. അതും അങ്ങോട്ട് ആയിക്കോട്ടെ, റെഡി ആയിക്കോട്ടെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ആദംകുട്ടൻ ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ആശുവിന് അപ്പുറത്ത് സോഫയിൽ നിന്ന് മമ്മി വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊടുത്തപ്പോൾ കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് ചായയൊക്കെ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് മമ്മി നോക്കിക്കോളുമല്ലോ. പിന്നെ ആ മമ്മി ഉണ്ടെങ്കിൽ കഴിക്കാനും ഒക്കെ കൊടുക്കും. ആശൂട്ടന് നന്നായി നോക്കും. ഇല്ലെങ്കിൽ ഞാൻ നന്നായി ഇടങ്ങാറാവും. അപ്പോൾ ആശു എൻ്റെ അടുത്തുനിന്ന് മാറില്ല, മാമ വന്നിട്ട് പിടിച്ച് നടക്കും. പിന്നെ അവൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്ത് സമയമാകുമ്പോൾ പിന്നെ നമ്മുടെ ജോലികളൊന്നും റെഡിയാവില്ലല്ലോ. അങ്ങനെയൊക്കെ രാവിലെ പിന്നെ രാവിലെ കറക്റ്റ് അവൻ 6:30 എണിക്കും. പിന്നെ 6:30 എണിച്ചാൽ പെട്ടു. പിന്നെ അവൻ്റെ ഒപ്പം നിൽക്കണം. ഇവർക്ക് ഭക്ഷണമൊന്നും റെഡിയാക്കാൻ പറ്റില്ല, അവനെ പറഞ്ഞയക്കാൻ നേരമാവും. അങ്ങനെയൊക്കെ റൂട്ടീൻ മാറും. ആദമൊക്കെ റെഡിയായി കഴിച്ച് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അയാനുവിൻ്റെ ഒരു വരവ്. അയാന് വന്നതും മദ്രസ വിട്ട് വന്ന ആൾക്ക് വിശക്കും, കൊടുക്കണം. പിന്നെ അവനിങ്ങനെ ടേബിളിലൊന്നും ഇരിക്കുന്ന ആളേ ഇല്ല. അവൻ പോയി സ്റ്റെപ്പിൽ പോയി കഴിക്കും, ഫ്രണ്ടിൽ പോയി കഴിക്കും, സിറ്റ് ഔട്ടിൽ നിന്ന് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആളിനധികം കാണില്ല, അവനൊന്നും ഇങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ പിന്നെ കഴിച്ചിട്ട് പിന്നെ അവന് എന്ത് ചെയ്യും, കുറച്ച് കുട്ടീൻ്റെ ഒപ്പമൊക്കെ കളിച്ചിട്ട് പിന്നെയാണ് ബാത്റൂമിലേക്കൊക്കെ പോയി ഒന്ന് റെഡിയാവാൻ പോവുക. ഇതിനെയൊക്കെ പറഞ്ഞയച്ച് രണ്ടാളും പോയ ശേഷമാണ് ഞാൻ എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിക്കുക. പിന്നെ എനിക്ക് ദാഹിച്ചു. അപ്പോൾ എനിക്ക് ചായ കുടിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ഒരു കുറച്ച് പകുതി ചായയൊക്കെ എടുത്തിട്ട് കുടിക്കുകയാണ്. പിന്നെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ നേരമില്ലല്ലോ, പിന്നെ ഇവർ പോയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ചായ കുടിച്ച് ഞാൻ ചോറൊക്കെ ഒന്ന് അവൻ്റെ ടിഫിനിലൊക്കെ ഒന്ന് ലഞ്ച് കറക്റ്റായി റെഡിയാക്കിയിട്ടൊന്ന് ടേബിളിലൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ.
ഉപ്പേരിയൊക്കെ കഴിക്കിയിട്ട് നന്നായിട്ട്. പിന്നെ അവർക്കുള്ള മുട്ട പൊരിക്കുകയാണ് കേട്ടോ. രണ്ടാൾക്കും വലുതായിട്ടൊന്ന് പൊരിച്ച് 2 പകുതിയാക്കും. എന്നിട്ട് ഒരാൾക്ക് ഒരു പീസ് വെച്ച് കൊടുക്കും, ഒരാൾക്ക് ഒരു പീസ് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് നിൽക്കുകയാണ്. മരുന്നെടുത്ത് കുടിക്കി പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് കേൾക്കാത്തത്. മരുന്നെടുത്ത് കുടിച്ചാ ഏതാണ് മനസ്സിലായ എടുക്ക്. പിന്നെ ഉമ്മ പാത്രം കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പാത്രം കഴുകി വൃത്തിയാക്കി തരുന്നുണ്ട്. ആ സമയം ഞാൻ എന്ത് ചെയ്തു, തലയണയും പുതപ്പും ഒക്കെ ഒന്ന് റൂമിൽ കൊണ്ട് വെക്കുകയാണ്. അത് ഹാളിലാണ് ഞങ്ങൾ കിടക്കണത്. റൂമിൽ ഫാന് കേടായിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഹാളിലാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് റൂമിലേക്ക് കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. ഞാൻ സോഫയൊക്കെ ഒന്ന് അവിടെ പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ തട്ടിയിട്ട് സോഫയിൽ അത് തുണിയൊക്കെ കറക്റ്റായി വിരിച്ചിട്ട്, പിന്നെ അയാനുവിൻ്റെ ബുക്കൊക്കെ കറക്റ്റാണോ നോക്കുകയാണ്. അവന് ബുക്ക് നേരെ വെക്കടാ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഓരോന്ന് മറന്നിട്ടൊക്കെ പോകും. അപ്പോൾ ഞാനൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നേരെ അവൻ്റെ ടെക്സ്റ്റൊക്കെ വെച്ച് നോട്ടൊക്കെ വെച്ചിട്ട് ക്ലിയറാക്കി വെച്ച് കൊടുക്കണം അപ്പോഴേക്കും.
പിന്നെ ടിഫിനൊക്കെ ഞാൻ എടുത്ത് വെച്ച് അവൻ്റെ ബാഗിലൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ പിന്നെ ആ സമയം വെച്ച് കൊടുക്കണ്ടല്ലോ. പിന്നെ എനിക്ക് വിശന്നു, അപ്പം ഞാൻ കഴിക്കാതിരിക്കുകയാണ്. അവൻ പോയിട്ടില്ല, അതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കുകയാണ്. അവൻ ഡ്രസ്സൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ കഴിക്കണതിൻ്റെ ഇടയിൽ ഓരോന്ന് വന്ന് ചോദിക്കുകയാണ് ആൾ. കഴിക്കുമ്പോൾ ആശു പാട്ടിട്ടപ്പോൾ ഒരേ കളിയാണ്. അവന് പാട്ടിൻ്റെ സൗണ്ട് കേട്ടാൽ മതി നന്നായി ഡാൻസ് കളിക്കും. തുള്ളി തുള്ളി കളിച്ചിട്ടിരിക്കണം അവന്. അങ്ങനെ അയാനും സ്കൂളിലേക്ക് പോയിട്ടോ. ആദമിനെ കാണിക്കാൻ പറ്റില്ല, അവന് വേഗം ഓടുകയാണ്. അപ്പോൾ നേരത്തെയല്ലേ ബസ് വരുന്നത്, അതുകൊണ്ട് പിന്നെ അവനെ കാണിക്കാൻ പറ്റില്ല. കാണിക്കാൻ പറ്റുന്ന ദിവസമൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതും പിന്നെ അടുത്തടുത്ത ഓരോ ജോലികൾ ഞാൻ ചെയ്യണം. റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ബെഡൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കിയിട്ട് അപ്പോൾ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി വിടാം. അങ്ങനെ റൂമത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഹാളിലേക്കാണ്. ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അവിടെ സോഫയൊന്ന് തട്ടി വൃത്തിയാക്കി അതൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ക്ലീനാക്കാം. അങ്ങനെ പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി. അപ്പോഴേക്കും അമ്മ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു, ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അത് ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഉമ്മ അങ്ങനെ സാധനമൊക്കെ വാങ്ങി തന്നിട്ട് മോളുടെ അങ്ങോട്ട് പോയി കേട്ടോ. അവിടെ പനിയാത്ര കുട്ടികൾക്കൊക്കെ. അപ്പോൾ പിന്നെ ഉമ്മ വിളിച്ചിരുന്നു, ഫോൺ വിളിച്ചപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിട്ട് ചിപ്സൊക്കെ കഴിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ ആശുക്കുട്ടിക്ക് വിഷമം. അപ്പം ഞാനും അവൻ്റെ ഒപ്പം അങ്ങനെ കഴിക്കായിരുന്നു. അപ്പോൾ അവനക്ക് ഞാൻ വാരിക്കൊടുത്ത് ഞങ്ങളും കഴിക്കുകയാണ്. അപ്പോൾ ലഞ്ചിന് പ്രിപ്പറേഷനൊന്നും ചെയ്ത് കാണിച്ചില്ല വിചാരിക്കും. ഒന്നുമില്ല, ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ മുട്ട പൊരിച്ചു, പിന്നെ ഉപ്പേരി രാവിലെ വെച്ചില്ലേ അതും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ഞങ്ങളല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആവും. പിന്നെ മീൻ വന്നില്ല, ഇന്ന് മീൻ വാപ്പ വന്നില്ല. ഉണ്ടെങ്കിൽ അത് വെച്ചാൽ രാത്രി കുട്ടികൾ വന്നാൽ കഴിച്ചോളും. അപ്പോൾ പിന്നെ ഇന്ന് ഉച്ചക്കലേക്ക് ഇതൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും അത് കൂട്ടി കഴിക്കുകയാണ്. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച്
ഞങ്ങൾ രണ്ടാളും നന്നായി ഉറങ്ങി. ആശു ഞാനും അയാനു വരുന്നവരെ ഉറങ്ങി. ഒരു 3:30 കഴിഞ്ഞിട്ടാവും വരിക. അതുവരെ നന്നായി ഞങ്ങൾ കിടന്നുറങ്ങി. എണിച്ച് മെല്ലെ കിച്ചണിൽ വന്നു. ഇനി അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കണം. ആദം വന്നത് നിൽക്കില്ല, വേഗം മദ്രസയ്ക്ക് പോകും. അപ്പോൾ പിന്നെ അതിനൊക്കെ നിൽക്കുകയാണ്. ചായയൊക്കെ അങ്ങോട്ട് ടേബിളിലേക്ക് വെച്ച് ആറാൻ വെക്കുകയാണ്. ആദമിന് വേഗം കുടിച്ചിട്ട് പോകണമല്ലോ, അപ്പോൾ അതിന് വെക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് തേങ്ങ ചിരവിയതും വെല്ലം കാച്ചി ഒഴിച്ചു. നമ്മുടെ ആട്ടിയ മാവ് കുറച്ച് ലാസ്റ്റ് വരില്ലേ, അപ്പം എൻ്റെ ഉമ്മ ആദ്യം ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഓർമ്മയിൽ അതൊഴിച്ച് പിന്നെ തേങ്ങയൊന്ന് മിക്സ് ചെയ്തിട്ട് വെറുതെ ഉണ്ണിയപ്പം പോലെ ചുട്ടെടുത്താൽ നല്ല രസം. ഉണ്ണിയപ്പത്തിൽ നന്നായി കറക്റ്റായി കിട്ടും. ഇത് വെറുതെ ഞാനൊരു ആപ്പം പോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്നതുകൊണ്ട് നേരെ വരാണ്ടാണ്. അതിലാണെങ്കിൽ നന്നായി കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചുട്ടിട്ട് കുട്ടികൾക്ക് ചായയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാനും അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ചുടുമ്പോൾ. അപ്പോൾ സ്വപ്നം കണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്താ അമ്മ എങ്ങനെ സ്വപ്നം കണ്ട് എന്നിട്ട് പറയുമ്പോൾ ത്രില്ലിങ്ങിന് നിൽക്കുകയാണ്. പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ നിന്നു. പിന്നെ ആശുക്കുട്ടിക്കും ചായ കൊടുത്ത് ഞാനും കുടിച്ച് അയാനും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ ഇരുന്നു. പിന്നെ ഹാള് മാത്രം ഒന്ന് വൃത്തികേടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അടിച്ചു വിട്ടു. അപ്പോൾ ആശുട്ടൻ അവൻ്റെ ബാറ്റിലിരുന്ന് കളിക്കുകയാണ്. കുറച്ച് നേരം അങ്ങനെ അവന് കളിക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ ടിഫന് ലഞ്ച് കൊണ്ടുപോയതും പാത്രങ്ങളും ചായ കുടിച്ചതും കുറച്ച്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ ഉമ്മ കൊണ്ടുവന്ന സാധനം ഞാൻ എടുത്ത് വെക്കുകയാണ്. കുറച്ച് പച്ചക്കറിയുണ്ട്, പലചരക്ക് സാധനങ്ങളുണ്ട്. അപ്പോൾ പലചരക്ക് സാധനം ആദ്യം ഒരു ബക്കറ്റിൽ, ബ്ലൂ ബക്കറ്റിൽ വെക്കുന്നുണ്ട്. പിന്നെ വേറൊരു ബോക്സിലും വെക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച ശേഷം ഞാൻ 2 ജനാലകൾ അടയ്ക്കുകയാണ്. കൊതുക് വരാൻ നേരമായി കേട്ടോ. അപ്പം അതൊക്കെ അടച്ചിട്ട് വരാം. അതിനുശേഷം ഞാനും ആശുക്കുട്ടിയെ ഫ്രഷായി വന്നു. എന്നിട്ട് ആശുക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അവൻ മിണ്ടാണ്ട് കളിച്ചോളും. ഇനി എനിക്ക് ഉച്ചയ്ക്ക് കറി വെക്കാത്തതുകൊണ്ട് രാത്രി പിന്നെ ചോറുണ്ട്, തോനെ ചോറുണ്ട്. അതുകൊണ്ട് വേറെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കണില്ല. കറി വെക്കണം, ഒരു തട്ടിൽ കൂട്ടി കറി. ഇപ്പോൾ പരിപ്പൊന്ന് കടഞ്ഞിട്ട് പിന്നെ മുട്ടയും പപ്പടമൊക്കെ ഒന്ന് അപ്പം ഇനി അതിന് നോക്കാം. പിന്നെ നേരത്തെ എടുത്ത് വെച്ച ഓയിലുണ്ട് കേട്ടോ, അതൊന്ന് ഫില്ല് ചെയ്യണം. അതുപോലെ പഞ്ചസാര ഉണ്ട്. പിന്നെ പരിപ്പ് ഒന്ന് ബോക്സിലാക്കിയിട്ടില്ല, അതും കുറച്ചാക്കിയിട്ട് പിന്നെ നമുക്ക് ഫുഡിനുള്ളത് നോക്കാം. എന്നാ കണ്ടല്ലോ അല്ലേ? മാപ്പിളപ്പാട്ടിനുണ്ട്. അപ്പം അതിനത് പാടി നോക്കുകയാണ്. പ്രാക്ടീസ് ചെയ്യണം, നാളെ പാടേണ്ടതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പരിപ്പിൽ കുറച്ച് പരിപ്പ് എടുത്തു കേട്ടോ, കറിക്കുള്ളത്. എന്നിട്ട് അതൊന്ന് കഴുകിയിട്ട് നമുക്ക് കറി വെക്കാം. ഇനി കറി വയ്ക്കാം. വലിയുള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഇടുക കേട്ടോ, അതും ഇടണം. കറിക്കുള്ളതാക്കിയിട്ട് ഞങ്ങൾ പിന്നെ സിറ്റൗട്ടിൽ വന്നു കേട്ടോ. ഞാൻ, ആശക്കുട്ടൻ, ആദമോ ഒക്കെ കൂടിയിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അയാന് പിന്നെ മുടി വെട്ടാൻ പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ തൊട്ട് തന്നെയാണ് ബാർബർ ഷോപ്പ്. അവിടെ എല്ലാവരും അറിയുന്നവരാണ്. അപ്പോൾ അവിടെ പോയിട്ട് മുടി വെട്ടാൻ പോയിരിക്കുകയാണ് ആൾ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇനി കറി താളിക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലിട്ട് ഉണക്കമുളക് ഇട്ടിട്ട് പിന്നെ ചെറിയുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപ്പ്, ഉടഞ്ഞ പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും.
അതിന് ശേഷം നമുക്ക് പപ്പടവും മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി മുട്ടയൊക്കെ ഒന്ന് പൊരിച്ചു കൊടുക്കാം. ഇനി മുട്ട മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ മുട്ടയും പപ്പടവും ഒക്കെ റെഡിയായി. അപ്പോൾ പിന്നെ ഞാൻ പ്ലേറ്റിൽ കറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടതൊക്കെ എടുത്ത് ഞങ്ങൾ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, ബായ്.